നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് 9 കൊണ്ട് ഏതൊരു സംഖ്യയും ഹരിക്കുന്നതിനുള്ളൊരു പെട്ടെന്നുള്ളൊരു തന്ത്രത്തെ കുറിച്ചാണ്. അതായത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നോക്കാം. ഒരു വലിയ സംഖ്യ കിട്ടിയാൽ 9 കൊണ്ട് പെട്ടെന്ന് ഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഇപ്പോൾ 1,43,218 എന്നൊരു സംഖ്യയാണ്. ഈ സംഖ്യ എങ്ങനെ നമ്മൾ 9 കൊണ്ട് ഹരിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 1, 4, 3, 2, 1, 8 അതാണല്ലോ 1,43,218 എന്ന് പറയുന്നത്. അതായത് ഓരോ അക്കങ്ങളും നമ്മൾ നിരത്തി എഴുതുക. അതിനുശേഷം ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് 1 ആണ്. 1 താഴേക്ക് എഴുതുക. അതിനുശേഷം അടുത്ത സംഖ്യയും 1 തമ്മിൽ കൂട്ടുക. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 4ഉം 1ഉം തമ്മിൽ കൂട്ടിയാൽ 5 ആണ്. അടുത്ത സംഖ്യയായിട്ട് 5 എഴുതുക. അപ്പോൾ ഈ 5നെ വീണ്ടും അടുത്ത സംഖ്യയായിട്ട് കൂട്ടുക. അതായത് അടുത്ത സംഖ്യ 3 ആണ്. 3ഉം 5ഉം ആയിട്ട് കൂട്ടിയാൽ 8 ആണ് വരുന്നത്. 8 അടുത്ത സംഖ്യയായിട്ട് എഴുതുക. അടുത്തതായിട്ട് ഈ 8നെ വീണ്ടും അടുത്ത സംഖ്യയായിട്ട് കൂട്ടുക. അടുത്ത സംഖ്യ എത്രയാണ്? 2 ആണ്. 2ഉം 8ഉം തമ്മിൽ കൂട്ടിയാൽ 10 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 അക്കങ്ങൾ വന്നിട്ടുണ്ട്, 1ഉം 0, അതായത് 10. അപ്പോൾ ഇവിടെ 0 എഴുതുക. ശിഷ്ടം 1 8ന്റെ, അതായത് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച് 8ന്റെ നേർക്ക് കൊടുക്കുക. അതിനുശേഷം അടുത്ത സംഖ്യ, അതായത് 10ഉം വീണ്ടും അടുത്ത സംഖ്യ 1 ആണ്. 10ഉം 1ഉം തമ്മിൽ കൂട്ടിയാൽ 11 ആണ് വരുന്നത്. 1 എഴുതുക. ശിഷ്ടം 1 0ന് നേർക്ക് കൊടുക്കുക. അടുത്തതായിട്ട് ലാസ്റ്റ് അക്കം എന്ന് പറയുന്നത് 8 ആണ്. അപ്പോ 8ഉം 11ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 8ഉം 11ഉം തമ്മിൽ കൂട്ടിയാൽ 19 ആണ് വരുന്നത്. ഈ സംഖ്യ നമ്മൾ 9 കൊണ്ട് ഹരിക്കണം. ഹരിച്ചാൽ എത്രയാണ് വരുന്നത്? ഹരിച്ചാൽ നമുക്ക്, അതായത് 1 റിമൈൻഡറും ശിഷ്ടമായിട്ട് വരുന്നത് 2ഉമാണ് അല്ലേ? അപ്പോ 2 നമുക്ക് 1ന്റെ നേർക്കിൽ, അവസാനമായിട്ട് നമ്മൾ കണ്ടെത്തിയ 1ന്റെ നേർക്ക് ശിഷ്ടം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടാനായിട്ട് എന്താ വേണ്ടത്? ഈ ശിഷ്ടങ്ങളെല്ലാം ഈ ഉത്തരത്തിന്റെ കൂടെ കൂട്ടുക. അതായത് 1, 5, 8ന്റെ മുകളിൽ ഒരു ശിഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ 9 എന്ന് എഴുതുക. 0ന്റെ മുകളിൽ ഒരു ശിഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ 1 എഴുതുക. 1ന്റെ നേർക്ക് മുകളിലായിട്ട് 2 ഉണ്ടായിരുന്നു, അപ്പോൾ 3 എന്ന് എഴുതുക. അപ്പൊ ഉത്തരം എത്രയാണ്? 15,913 ആണ്. 1,43,218 9 കൊണ്ട് ഹരിച്ച. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഒരിത്തിരി വലിച്ചു നീട്ടിയായിരിക്കും പറഞ്ഞത്. അത് പക്ഷെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഏതൊരു എക്സാമിനും പെട്ടെന്ന് തന്നെ 9 കൊണ്ട് നമുക്ക് വലിയ സംഖ്യകൾ ഹരിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഉദാഹരണം കൂടി പറയാം. 3,20,422 9 കൊണ്ട് എങ്ങനെ ഹരിക്കാമെന്ന് നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യത്തെ സംഖ്യ താഴേക്ക് എഴുതുക, 3. അടുത്ത സംഖ്യ ഈ 3നെ 2 കൊണ്ട് കൂട്ടുക. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 2 കൊണ്ട് കൂട്ടിയാൽ 5 എഴുതുക. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 5നെ 5ഉമായിട്ട് കൂട്ടിയാൽ 10 ആണ് വരുന്നത്. 0 എഴുതുക. 5ന്റെ നേർക്ക് ശിഷ്ടം 1 കൊടുക്കുക. അതിന് അടുത്ത സംഖ്യ ഇതാണ്, 4 ആണ്. 4ഉം 10ഉം തമ്മിൽ കൂട്ടിയാൽ 14 ആണ്. 4 എഴുതുക. ശിഷ്ടം 1 0ന് നേർക്ക് കൊടുക്കുക. അതിന്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 2ഉം 14ഉം തമ്മിൽ കൂട്ടിയാൽ 16 ആണ് വരുന്നത്. 6 എഴുതുക. ശിഷ്ടം 1 4ന് നേർക്ക് എഴുതുക. അടുത്ത ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ഉം 16ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 18 ആണ് വരുന്നത്. അപ്പോൾ 18 എന്തായാലും 9 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആണ് നമ്മുടെ ശിഷ്ടം വരുന്നത്. അപ്പോൾ 6ന് നേർക്ക് 2 എഴുതുക. ഇനി ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ പറഞ്ഞ ശിഷ്ടങ്ങളെല്ലാം കൂട്ടി നോക്കുക. 3 അതേ കണക്ക് എഴുതുക. 5ന് നേർക്ക് 1 ശിഷ്ടമുണ്ട്. 6 എഴുതുക. 5ഉം 1ഉം തമ്മിൽ കൂട്ടിയാൽ 6 ആണ്. 6 എഴുതുക. 0ന് നേർക്ക് 1 ഉണ്ട്. അപ്പോൾ 0ഉം 1ഉം തമ്മിൽ കൂട്ടിയാൽ 1 ആണ് വരുന്നത്. 1 എഴുതുക. അതിനുശേഷം 4ഉം 1ഉം തമ്മിൽ കൂട്ടിയാൽ 5 ആണ് വരുന്നത്. 5 എഴുതുക. 6ഉം 2ഉം തമ്മിൽ കൂട്ടിയാൽ 8 ആണ് വരുന്നത്. 8 എഴുതുക. അങ്ങനെ ഉത്തരം കിട്ടി. 36,158 എന്നതാണ് 3,20,422 ഭാഗം 9ന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ, അതായത് പെട്ടെന്ന് തന്നെ വലിയ പരീക്ഷകളൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗണിതം മധുരം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.